ആവു വന്നു. എടാ ടിൻഡു, നിന്നെ കുറിച്ച് ഞാൻ ഇപ്പൊ ഓർത്തതേ ഉള്ളൂ. അതാണ് ചേട്ടാ എന്റെ ഒരു പവറ്. മനസ്സിൽ വിചാരിച്ചാ മതി, പറന്നെത്തും. എടാ, ഭൂമി ഉരുണ്ടതാണെന്ന് എങ്ങനെ തെളിയിക്കാം? അതിപ്പോ നമ്മളായിട്ട് തെളിയിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, പണ്ടേ തെളിഞ്ഞ സംഗതിയല്ലേ. എന്നാലും ഒരു രസം. എടാ, നമ്മൾ ഈ നടക്കുന്നത് നേരെ നടന്ന ഭൂമി ചുറ്റി അവസാനം നമ്മൾ ഇവിടെ തന്നെ എത്തും. അങ്ങനെ ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാം. എന്റെ പൊന്നെ റപ്പായി ചേട്ടാ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഭൂമി ഉരുണ്ടതാണെന്ന്. ഇനിയിപ്പൊ റപ്പായി ചേട്ടന് തെളിയിച്ചേ പറ്റൂ എന്നാണെങ്കി ചേട്ടൻ ഒറ്റയ്ക്ക് നടന്നോ. നിന്നോട് ഒരു ശാസ്ത്രകാര്യവും സംസാരിക്കാൻ പറ്റില്ലല്ലോടാ. ആട്ടെ, ബോസ്റ്റൺ ടീ പാർട്ടിയെ കുറിച്ച് എന്താ നിന്റെ അഭിപ്രായം? എന്നെ ക്ഷണിച്ചില്ലായിരുന്നു ചേട്ടാ, അതുകൊണ്ട് ഞാൻ പോയില്ല. എന്തായാലും മോശമാവാൻ വഴിയില്ല, ചായയും പലഹാരും ഒക്കെ കാണുമായിരിക്കും. നിന്നോടൊക്കെ സംസാരിച്ച എന്നെ വേണം തല്ലാൻ. കുന്നലെ അവറാൻ ചേട്ടനെ തല്ലാൻ തെരഞ്ഞു നടക്കുന്നുണ്ട്. എന്തിനാടാ? അങ്ങേരുടെ ഭാര്യയോട് സംസാരിച്ചെന്നും പറഞ്ഞു. ചേട്ടാ, ഇവർക്കെന്താ ഇതിനു മാത്രം സംസാരിക്കാനുള്ളത്? നീ എന്തിനാടാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അല്ല, ചോദിച്ചൂന്നേ ഉള്ളൂ. രാവിലെ മുതലിരുന്ന് സംസാരിക്കുന്നതല്ലേ. അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടണ്ട. എന്നാലും ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, വല്ല സീരിയസ് വിഷയമാണെന്നറിയാലോ. എടാ, ഈ പ്രായത്തിൽ എന്നെ കൂടെ തല്ല് കൊള്ളിക്കാതടാ. ഇതില് തല്ലിന്റെ പ്രശ്നമൊന്നും ഉദിക്കുന്നില്ല റപ്പായി ചേട്ടാ. ചേട്ടാ, എന്റെ പിറന്നാളാണ് വരുന്നത്, അടുത്ത 14-ാം തീയതി. അതെയോ ഡാർലിംഗ്? എനിക്ക് ഒരു 5 പവന്റെ നെക്ലേസ് വാങ്ങിത്തരണം. അത്രയൊക്കെ വേണോ? ഇന്ന് പോകുമ്പോ 4 ചുരിദാറും 8 സാരിയും വാങ്ങിത്തരണം. അത് അത്ര വേണോ? സ്നേഹമുണ്ടെങ്കിൽ മതി ചേട്ടാ, മരണത്തിന് മാത്രമേ നമ്മളെ വേർപെടുത്താൻ പറ്റൂ. അപ്പൊ ഈ പാവത്തിനെ ഒരു കൊലപാതകി കൂടി ആക്കിയിട്ട് ചേച്ചി അടങ്ങുമല്ലേ?